ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ റോസ്റ്റ് നല്ല ഗ്രേവി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാ കൊത്താണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു തേങ്ങാക്കൊത്ത് കടിക്കാനുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇവയുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള സവാള ആയിരുന്നു കേട്ടോ, അല്ലെങ്കിൽ 3 4 ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ചിക്കനിൽ കൂടുതൽ ഗ്രേവി കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്രക്ക് വേണ്ടെങ്കിൽ എടുക്കുന്ന സവാളയുടെ അളവ് കുറച്ചാലും മതി. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നടുവിലുള്ള സവാളയൊക്കെ ഇതുപോലെ സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ നടുവിലേക്ക് എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വരും. ആ ഒരു എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെ ആ കുത്തുന്ന സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 വലിയൊരു തക്കാളി ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഇറങ്ങി വരുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഈ ഒരു ചിക്കനിൽ തന്നെ ഉണ്ട്. അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു ഇരുമ്പ് ചട്ടിയിലായത് കൊണ്ട് തന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ, ഒന്നുകൂടി ഒരു ഡാർക്ക് കളറായി വരും. അപ്പം അത്രയ്ക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.